ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മോരുകറിയാണ്. നമ്മൾ മോരുകറി രണ്ട് രീതിയിൽ തയ്യാറാക്കാറുണ്ട്, തേങ്ങ ചേർത്തും ചേർക്കാതെയും. ഇന്നത്തെ റെസിപ്പി തേങ്ങ ചേർത്ത മോരുകറിയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന തൈരാണ്. അതുകൊണ്ട് തന്നെ ഒരു എഗ്ഗ് വിസ്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഒഴിക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ അത് നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് 1.5 കപ്പ് വെള്ളം, അതായത് നമ്മൾ തൈര് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്, അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം തൈരും വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയാണ് തിരുമിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോരുകറിക്ക് അധികം തേങ്ങയുടെ ആവശ്യമില്ല. അതിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചില്ലെങ്കിൽ നമ്മൾ കടുക് വറുക്കുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് വറുത്താലും മതി. ഇനി അരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ വെളിയിലൊക്കെ തെറിച്ച് പോകും. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മൾ ഈ അരച്ചെടുത്ത തേങ്ങ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മോര് ചൂടാക്കുമ്പോൾ ഈ ഒരു തേങ്ങയുടെ അരപ്പുമൊക്കെ നന്നായിട്ട് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ അരപ്പ് ഈ ഒരു മോരിൻ്റെ അകത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മോര് കാച്ചിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ചേർത്തതിന് ശേഷം ഇളക്കി അത് നന്നായിട്ട് ചുവന്ന് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിക്സ് ചെയ്തപ്പോൾ അല്പം ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവ പൊടി ഇല്ലാത്തവർ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ മുഴുവനെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോര് ഇതിൻ്റെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മോരൊഴിക്കുമ്പം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മോരൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇതിൻ്റെ അതിലേക്ക് അരച്ച് ചേർത്ത തേങ്ങയൊക്കെ ഈ മോര് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കടുക് വറുക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നന്നായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിൽ തന്നെ വെക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന തേങ്ങ അരച്ച നാടൻ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്